ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്കി വീൽസിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് നെക്സ വെഹിക്കിളായിട്ടുള്ള ബെലേനയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു കാറ് ഫുൾ ഓപ്ഷനാണ്. ഇതിൽ LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ LED ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഈ ഒരു കാറിൻ്റെ എഞ്ചിൻ വരാൻ നേരത്ത് 1.2 ലിറ്ററിൻ്റെ 4 സിലിണ്ടർ എഞ്ചിനാണ്. 6000 RPM 81 BHP പവറും 4200 RPM 113 ടോർക്കുമാണ് പവർ. ലെങ്ത് 3990 mm, വിഡ്ത്ത് 1745 mm, ഹൈറ്റ് 1500 mm, വീൽ ബേസ് 2520 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആണ്. ബൂട്ട് സ്പേസ് വരാൻ നേരത്ത് 318 ലിറ്റർ. ബാഗിൽ നമുക്ക് ബലേനോയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ റിയർ സ്പോയിലർ വരുന്നുണ്ട്. ഈ ഒരു സ്പോയിലർ ഉപകാരപ്പെടുന്നത് എയറോഡൈനാമിക്കിൽ സപ്പോർട്ടാകുന്ന പോലെയാണ് ഈ ഒരു സ്പോയിലർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡോർ ഹാൻഡിൽസ് ഒക്കെ ആണെങ്കിലും ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ഡോർ ഹാൻഡിലാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ബലേനോ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത് മിററിൻ്റെ അടിഭാഗത്തായിട്ടാണ് അത് വരുന്നത്. ഈ കാറിൻ്റെ ടയർ സൈസ് വരാൻ നേരത്ത് 16 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് ഈ ഒരു ഫുൾ ഓപ്ഷനിൽ ലഭിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. ബാക്ക് സൈഡ് വരുമ്പോൾ ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഇനി ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 37 ലിറ്ററാണ്. അതുപോലെ ബാക്ക് സൈഡിൽ നമുക്ക് ഡീഫോഗർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓറഞ്ച് വരെയാണ് ഡീഫോഗർ. വൈപ്പർ വരുന്നുണ്ട്, വാഷർ വരുന്നുണ്ട്, ക്യാമറയാണെങ്കിലും നമുക്ക് ബലേനോയിൽ ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാറിൻ്റെ ഇൻറ്റീരിയറിൽ വരാൻ നേരത്ത് നമുക്ക് കീലെസ് എൻട്രി വരുന്നുണ്ട്, അതുപോലെ തന്നെ റിക്വസ്റ്റിംഗ് സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 4 ഡോറിലും പവർ വിൻഡോസ് വരുന്നുണ്ട്. അതുപോലെ മിററിൻ്റെ കൺട്രോൾസ് ഒക്കെ ആണെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബലേനയിൽ അടുത്തായിട്ട് എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇത് ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വിച്ചിൽ ഒരു 3 സെക്കൻഡോളം ഹോൾഡ് ചെയ്യാൻ നേരത്ത് ഡാഷ്ബോർഡിൻ്റെ അവിടെ നിന്ന് ഒരു സ്ക്രീൻ പൊങ്ങി വരും. അത് വരുന്നത് വെച്ചാൽ ഡ്രൈവർക്ക് പെട്ടെന്ന് ഡ്രൈവിൽ നിന്ന് ശ്രദ്ധ മാറാതെ സ്പീഡ് മറ്റു കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. 4 സ്പീക്കറും 2 ട്യൂട്ടറും വരുന്നുണ്ട്. ഇതാണ് റിയർ വ്യൂ മിറർ. ബാക്കിൽ നിന്ന് ഒരു ഗ്ലെയർ ലൈറ്റും കാര്യങ്ങളും വരുമ്പോൾ ഇത് സെൻസ് ചെയ്തിട്ട് ആ ഒരു ഗ്ലെയറിങ് കുറച്ച് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ടോപ്പ് സൈഡിൽ ലൈറ്റൊക്കെ ആണെങ്കിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഇതിൽ വരുന്നത്. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ് ഇതിൽ ലഭിക്കുന്നത്. AGS ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവലിൽ ഇട്ട് ഓടിക്കാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഓടിക്കാൻ പറ്റും. സീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ബോഡി റോളിംഗ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം ബോസ്റ്റ് സപ്പോർട്ടും തൈ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവർ കാണുന്നതാണ് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ബാക്കിലെ സീറ്റിലാണെങ്കിലും നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ആംറെസ്റ്റിന് പുറമെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആണെങ്കിലും ഇട്ട് വെക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസാണ് ഇതിൽ ലഭിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാറിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ബാക്കിലോട്ടും നമുക്ക് ഈ ഒരു ബലേനോയിൽ റിയർ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്പേസാണ് ഇതിൽ ലഭിക്കുന്നത്. അത്യാവശ്യം ലെഗ് റൂം സ്പേസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ബലേനോ. ഈ ഒരു കാറിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.